ഹേയ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SA1 ആണ്. എക്സാമിൻ്റെ തലേന്നായിട്ട് ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്ക് തുടങ്ങാൻ പറ്റിയ മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. അപ്പോൾ മൊഡ്യൂൾ 1ലേക്ക് പോവാം. വായോ. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1ൽ പഠിക്കാനായിട്ടുള്ളത് ഇത്രയും മെത്തേഡ്സാണ്. ഈ മെത്തേഡ്സുകളാണ് 14 മാർക്സിന് ചോദിക്കുക. ഇതിനകത്ത് മെത്തേഡ് ഓഫ് ജോയിൻസും മെത്തേഡ് ഓഫ് സെക്ഷൻസും പഠിച്ചാൽ തന്നെ 14 മാർക്ക് ഷുവറാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് മെത്തേഡ് ഓഫ് ജോയിൻസ് ഓർ മെത്തേഡ് ഓഫ് സെക്ഷൻസ്. ഇത് രണ്ടും മസ്റ്റായിട്ട് പഠിക്കണം. ഇതിനകത്ത് ഓപ്ഷൻസ് വെക്കരുത്. ഇത് മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ ബാക്കി തിയറി നോക്കാം. മൊഡ്യൂൾ 1ലെ ഒരു 20 മാർക്സിൽ ഒരു 15 മാർക്സ് എന്തായാലും ഷുവറാണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാനായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നോക്കാം. ഈ മെത്തേഡ് ചെയ്യാനല്ല, ഈ SA1 തന്നെയുള്ള ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം. എന്തൊക്കെ സപ്പോർട്ട്സ് ഉള്ളതാണ്. നമുക്ക് മെയിനായിട്ട് 3 സപ്പോർട്ട്സുകളാണുള്ളത്. ഇത് സപ്പോർട്ട്സിൻ്റെ സംഭവമാണ്. സപ്പോർട്ട്സ് മെയിനായിട്ട് 3 ഉണ്ട്. ഫിക്സഡ് സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട് ആൻഡ് റോളർ സപ്പോർട്ട്. ഈ ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഫിക്സഡും മറ്റേ സൈഡ് ഫ്രീ എൻഡും ആയിരിക്കും. ഇവിടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഒരു കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ അല്ലെങ്കിൽ നമുക്കിപ്പം എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡ്. ആ സൺഷെയ്ഡ് എങ്ങനെയാണ്? ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് എപ്പോഴും ഫ്രീ എൻഡായിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ടിൽ എന്തൊക്കെ മൂവ്മെൻ്റ് ആണ് പോസിബിളായിട്ടുള്ള, അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഫിക്സഡ് സപ്പോർട്ട് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 റിയാക്ഷൻസുകളാണുള്ളത്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് മൊമെൻറ്റ്. ഇങ്ങനെ 3 മൂവ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിത് ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോൾ പിന്നെ നമുക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി മൊമെൻറ്റ്, അതായത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെ 3 മൂവ്മെൻറ്റും പോസിബിൾ അല്ലാണ്ട് വന്നുകൊണ്ട് ഇവിടെ മൂവ്മെൻറ്റ് 0 ആയിരിക്കും. ഇനി മൂവ്മെൻറ്റ് ഏതൊക്കെ സൈഡിലാണ് പോസിബിൾ അല്ലാത്ത ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് റിയാക്ഷൻസ് ആയിട്ട് വരാം. ഇപ്പോൾ വെർട്ടിക്കൽ പോസിബിൾ അല്ല എന്ന് തോന്നുന്നു, അപ്പോൾ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഹൊറിസോണ്ടൽ പോസിബിൾ അല്ല, അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. ഇനി റൊട്ടേഷൻ പോസിബിൾ അല്ല, അപ്പോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ റിയാക്ഷൻസ് ഇവിടെ 3 റിയാക്ഷൻസ് വന്നു: വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് മൊമെൻറ്റ്. ഇനി ഒരു ഹിഞ്ചഡ് സപ്പോർട്ട് നോക്കാം. ഹിഞ്ചഡ് സപ്പോർട്ടിന് എക്സാമ്പിളായിട്ട് വരിക നമ്മുടെ വിജാഗിരിയാണ്. ഡോറിൻ്റെയും ജനലിൻ്റെയും ഒക്കെ ഒരു വിജാഗിരി, അതാണ് ഹിഞ്ചഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നമ്മൾ എന്ത് പർപ്പസിനാണ് ആ വിജാഗിരി യൂസ് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ സപ്പോർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് വെർട്ടിക്കലിയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലിയോ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ 2 റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും, വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. ഇനി മൊമെൻറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവുമോ? കാരണം നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും, അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് തന്നെ. അപ്പോൾ അവിടെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നതുകൊണ്ട് അവിടെ മൊമെൻറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റാണ് ഉള്ളത്, അതെന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. അപ്പോൾ റിയാക്ഷൻസ് വരുന്നത് 2 റിയാക്ഷൻസ് ആണ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഇനി റോളർ സപ്പോർട്ട് നോക്കാം. ഈ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹിഞ്ചഡിൻ്റെ സെയിം ഫംഗ്ഷൻ തന്നെ, റൊട്ടേഷനാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് ചക്രം വെച്ചേക്കാണ്. എന്തിന്? ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് മൊമെൻറ്റും പോസിബിളാണ്, ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ പറ്റും. ആ 2 റിയാക്ഷൻസ് ഉണ്ടാവില്ല. നേരത്തെ പോലെ തന്നെ അടിയിൽ ഫിക്സ്ഡ് ആയതുകൊണ്ട് വെർട്ടിക്കലി നമുക്ക് തന്നെ അനക്കാൻ പറ്റില്ല, അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ 2 മൂവ്മെൻറ്റ് വരും, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും മൊമെൻറ്റും. റിയാക്ഷൻസിൻ്റെ അവിടെ ഒരു റിയാക്ഷനേ വരുള്ളൂ, അത് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ഇനി നമ്മളോട് സപ്പോർട്ട് റിയാക്ഷൻസ് കാണാൻ പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൊമെൻറ്റ്, ഇങ്ങനത്തെ 3 റിയാക്ഷൻസുകളാണ് കാണേണ്ടത്. ഇപ്പോൾ റോളറിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതാണ് കാണേണ്ടത്. ഹിഞ്ചഡിലെ റിയാക്ഷൻ കാണാൻ പറഞ്ഞാൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷനാണുള്ളത്, അത് രണ്ടുമാണ് കാണേണ്ടത്. ഫിക്സഡിനകത്ത് 3 റിയാക്ഷൻസും കണ്ടുപിടിക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം, ഇത് ഓർത്ത് വെച്ചിരിക്കുക ഏത് മെത്തേഡ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ നമുക്കിനി മെത്തേഡ്സിലേക്ക് പോകാം. നമുക്ക് മെത്തേഡ് ഓഫ് ജോയിൻസും മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്നും പറഞ്ഞാൽ ഒരു ട്രസ് എലമെൻറ്റ് വന്നിട്ട് അത് അങ്ങോട്ട് അനലൈസ് ചെയ്യാൻ പറയും. അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിലും മെത്തേഡ് ഓഫ് സെക്ഷൻസിലും ചെയ്യുക. ട്രസ് എലമെൻറ്റ് അനലൈസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അനലൈസ് ദ ട്രസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രസ് എലമെൻറ്റ് ഇങ്ങനെ തരാണെങ്കിൽ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളതിൻ്റെ മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ചെയ്യുക. ഇതാണ് മെമ്പേഴ്സ്, ഇതാണ് ആ മെമ്പേഴ്സിൻ്റെ ജോയിൻസ്. എന്ന് പറയുന്ന ജോയിൻറ്റ് AC, CD ഇതൊക്കെയാണ് ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ മെമ്പേഴ്സിലുണ്ടാവുന്ന ഫോഴ്സസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്ത് ടൈപ്പാണ്, കംപ്രഷൻ ഫോഴ്സാണോ ടെൻഷൻ ഫോഴ്സാണോ, ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് ജോയിൻസ്. ഇനി നമ്മളോട് ഓരോ ഇപ്പോൾ CEയിലെ കണ്ടുപിടിക്കുക, EFയിലെ കണ്ടുപിടിക്കുക, FHയിലാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. അപ്പോൾ അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക.
അപ്പോൾ ഇങ്ങനൊരു ഡ്രസ് എലമെൻറ്റ് തന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഒരു ഹിഞ്ചഡ് സപ്പോർട്ട് തന്നിട്ടുണ്ട്, ഒരു റോളർ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഹിഞ്ചഡ് സപ്പോർട്ടിൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവും? വെർട്ടിക്കലി മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. മൊമെൻറ്റ് പോസിബിൾ ആണ്, അപ്പോൾ മൊമെൻറ്റ് റിയാക്ഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇനി റോളർ സപ്പോർട്ട് നോക്കാം. റോളർ സപ്പോർട്ടിൽ എന്താ? വെർട്ടിക്കലി പോസിബിൾ അല്ല. ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ പറ്റില്ലേ? ചക്രം പിടിപ്പിച്ചിട്ടുണ്ടാവും, പറ്റും. ഇനി മൊമെൻ്റ് ഉണ്ടാവില്ലേ? മൊമെൻറ്റും ഉണ്ടാവും, അപ്പോൾ മൊമെൻറ്റ് റിയാക്ഷനും ഇല്ല. അപ്പോൾ ഈ 3 സപ്പോർട്ടിലെ റിയാക്ഷൻസ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് കണ്ടോ, സപ്പോർട്ടിലെ ഈ 3 റിയാക്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻ സപ്പോർട്ട് റിയാക്ഷൻസ്. ഈ സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ കാണേണ്ടത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ടാണ്. ആ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഈ 3 സാധനങ്ങളിലെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിഗ്മ വി ഈക്വൽ ടു 0 യൂസ് ചെയ്യണം. സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സം ഇസ് ഈക്വൽ ടു 0. അത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അപ്വേർഡ് വരുന്ന ഫോഴ്സസിനെ പോസിറ്റീവ് എന്നും ഡൗൺവേർഡ് വരുന്ന ഫോഴ്സസിനെ നെഗറ്റീവ് എന്നും നമ്മൾ വിളിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. തിരിച്ച് പഠിച്ചാൽ നമുക്ക് ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ അപ്വേർഡിനെ പോസിറ്റീവും ഡൗൺവേർഡിനെ നെഗറ്റീവ് എന്നും പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രസ് എലമെൻറ്റിൽ എന്തൊക്കെ ഫോഴ്സസ് വരുന്നുണ്ടെന്ന് നോക്കിയേ. വി എ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, അതെങ്ങനെ എങ്ങോട്ടേക്കാണ്? അപ്വേർഡാണ്. അപ്പോൾ വി എ പോസിറ്റീവ് എഴുതി കണ്ടോ, വി എ പോസിറ്റീവായിട്ടുള്ള വി എ എഴുതി. ഇനി എന്ത് ഫോഴ്സാണ് വരുന്നത്? 42 വരുന്നുണ്ട്, അതെങ്ങനെയാണ്? ഡൗൺവേർഡാണ്, അപ്പം -42. ഇനി 54 വരുന്നുണ്ട്, അതും ഡൗൺവേർഡാണ്, അപ്പം -54. പിന്നെ വരുന്നത് വി ബി ആണ്, വെർട്ടിക്കൽ ഫോഴ്സായിട്ട്, അപ്പോൾ അതും അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 96 നമുക്ക് കിട്ടും. ഇത് പ്ലസ് ചെയ്യുക, അപ്പം വി എ പ്ലസ് ഇങ്ങനെ വരും, വി എ പ്ലസ് വി ബി മൈനസ് 96 ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് ഈ 96നെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആവും. സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഇക്വേഷനായിട്ട് വിളിക്കുക, കാരണം ഇതിനെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യാം, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സം 0. ഇവിടെയും നമ്മൾ ഒരു റൈറ്റിലേക്ക് പോകുന്ന ഫോഴ്സിനെ പോസിറ്റീവ് എന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന ഫോഴ്സിനെ നെഗറ്റീവ് എന്നും വിളിച്ചു. ഇങ്ങനെ ഓർത്താൽ മതി. കണ്ടോ, ഇങ്ങനെ റൈറ്റ് ആംഗിൾഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന സാധനങ്ങളാണ് പോസിറ്റീവ് വരിക, വെർട്ടിക്കലാണെങ്കിലും ഹൊറിസോണ്ടലാണെങ്കിലും. ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് എന്തൊക്കെ ഫോഴ്സ് അവനെ നോക്കിയേ. എച്ച് എന്ന് പറയുന്ന ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ? എച്ച് എന്ന് പറയുന്ന ഫോഴ്സ് റൈറ്റിലോട്ടേക്കാണ്, അപ്പോൾ അത് പോസിറ്റീവാണ്. അങ്ങനെ എച്ച് ഞാൻ എഴുതി, ഇതാ എച്ച് എഴുതി, കണ്ടോ എച്ച് എഴുതി. ഇനി വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത് കണ്ടോ, 24 വരുന്നത്, അതും എങ്ങോട്ടേക്കാണ്? റൈറ്റിലോട്ടേക്കാണ്, അപ്പോൾ റൈറ്റിലേക്ക് ആയതുകൊണ്ട് അതും പോസിറ്റീവ്. അങ്ങനെ എച്ച് എ പ്ലസ് 24 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് എന്ത് വരും? -24 kN. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പം നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ സാധനം കിട്ടി. ഇനി നമുക്ക് വി എയും വി ബിയും കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യാണ്, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ടിലേക്ക് മൊമെൻറ്റ് കാണാം. ഇപ്പോൾ എയിലേക്കാണെങ്കിൽ എയിലേക്ക്, അല്ലെങ്കിൽ ബിയിലേക്കാണെങ്കിൽ ബിയിലേക്ക്. ഇതിപ്പോൾ സപ്പോർട്ട് വരുന്ന സ്ഥലത്തേക്ക് തന്നെ മൊമെൻറ്റ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ എയിലേക്കാണ് മൊമെൻറ്റ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നമ്മൾ മൊമെൻറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്ന ഫോഴ്സുകളെ നമ്മൾ പോസിറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നതിനെ നെഗറ്റീവ് എന്നും വിളിക്കും. ഞാൻ മര്യാദയ്ക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഞാൻ സിഗ്മ മൊമെൻ്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0 ആണ് ചെയ്തത്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഫോഴ്സുകൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് എന്നും വിളിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫോഴ്സ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ മൊമെൻ്റ് അറ്റ് എ അല്ലേ കാണുന്നത്. അപ്പോൾ നമ്മുടെ എയിലേക്ക് ഈ ഫോഴ്സുകൾ ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റ് നോക്കാം. അവിടേക്ക് 2 റിയാക്ഷൻസ് വരുന്നുണ്ട് അല്ലേ? വി എ എന്ന് പറയുന്ന റിയാക്ഷനും എച്ച് എന്ന് പറയുന്ന റിയാക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അത് ഫോഴ്സുകളാണ്. പക്ഷേ ഈ ഫോഴ്സുകൾ വന്ന് ചേരുന്ന തന്നെ എയിലേക്കാണ്. ഇതിന് എയിലേക്ക് എത്താൻ വേണ്ടി ഈ റിയാക്ഷൻസിന് എന്തെങ്കിലും
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, കാരണം അത് വന്നിരിക്കുന്നത് തന്നെ എയിലാണ്. അപ്പോൾ പിന്നെ ഈ രണ്ട് ഫോഴ്സസുകളും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, നമ്മൾ ഏത് പോയിന്റിൽ വെച്ചാണ് നമ്മൾ മൊമെൻറ്റ് കാണുന്നത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ഫോഴ്സുകളൊന്നും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ നോക്കുക ഇൻറ്റു ചെയ്യാനായിട്ട്. ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഫോഴ്സുകളെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇനി അടുത്തതായിട്ട് വരുന്ന ഫോഴ്സ് 42 കിലോന്യൂട്ടനാണ്. 42 കിലോന്യൂട്ടൺ ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 42 ഇൻറ്റു 4 ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. 42 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഇനി അടുത്ത ഫോഴ്സ് നോക്കാം. 54 കിലോന്യൂട്ടൺ വരുന്നുണ്ട്. ഇതും ക്ലോക്ക് വൈസ് ആയിട്ടാണ് എയിലേക്ക് എത്തുന്നത്. 54 ഇൻറ്റു 4 + 4 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 8. ഇത്ര ഓർത്താൽ മതി. വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. വെർട്ടിക്കൽ ഫോഴ്സുകളാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇനി അടുത്ത ഫോഴ്സ് നോക്കാം. 24ഉം ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 24 ഇൻറ്റു 3 അത്രയും ചെയ്തു. ഇനി ഒരു ഫോഴ്സും കൂടി വരുന്നുണ്ട്, വി ബി വരുന്നത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ -VB ഇൻറ്റു ഇതൊരു വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കുക 16. അപ്പോൾ -VB ഇൻറ്റു 16. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് = 0. അതാണ് നമ്മൾ കാണേണ്ടത്. മൊമെൻ്റ് അറ്റ് എ, സം ഓഫ് മൊമെൻ്റ് അറ്റ് എ = 0 ആണ് നമ്മൾ മൂന്നാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചതാ ഇക്വേഷൻസ് കണ്ടോ, ഞാൻ ഇക്വേഷൻ ഫോം ചെയ്തു. അതിന് ശേഷം നമുക്കപ്പോൾ അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് വി ബിയുടെ വാല്യൂ കിട്ടും. ഈ വി ബിയുടെ വാല്യൂ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു ഇക്വേഷൻ 1 എന്നും പറഞ്ഞ് ഇവിടെ നമ്മളൊരു ഇക്വേഷൻ 1 ഫോം ചെയ്തിട്ടുണ്ടായില്ല. ആ വി ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് VA കിട്ടും. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 96 - VB എത്രയാണോ VB അത്രയും ചെയ്യുക. അത്രയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കഴിഞ്ഞു. സപ്പോർട്ടിലെ റിയാക്ഷൻസ് കിട്ടി നമുക്കിപ്പോൾ. VA കിട്ടി, VB കിട്ടി, HA കിട്ടി. ഇത് മൂന്നായിരുന്നു കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈച്ച് ജോയിൻറ്റ്സ്. ഓരോ ജോയിൻറ്റുകളിലെയും ഫ്രീ ബോഡി ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ജോയിൻസിൻ്റെ ആയിരിക്കും വരയ്ക്കേണ്ടത് വിത്ത് ഓൺലി 2 അൺനോൺസ്. 2 അൺനോൺസ് മാത്രമേ ആ ഒരു ജോയിൻറ്റിൽ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കാം. ഇപ്പോൾ ഞാൻ A എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുകയാണ്. അവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? വെർട്ടിക്കൽ VAയും അറിയാം, HAയും അറിയാം. ഈ 2 റിയാക്ഷൻസ് നമുക്കറിയാം. ഇനി അവിടുത്തെ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ മെമ്പേഴ്സിലെ ഫോഴ്സസ്, ഫോഴ്സ് അറ്റ് AC, അതുപോലെ ഫോഴ്സ് ഓഫ് AD, ഇങ്ങനെ നമ്മൾ എഴുതാം. അപ്പോൾ ഈ 2 അൺനോൺസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 അൺനോൺസ് ഉള്ളൂ. അപ്പോൾ ഈ ജോയിൻ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാൻ വേണമെങ്കിൽ ഇനി നമുക്ക് C എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ഒന്ന് എടുത്ത് നോക്കി. ഇവിടെ എന്തൊക്കെ നമുക്ക് അറിയില്ല? ഫോഴ്സ് FAC അറിയില്ല, FCE അറിയില്ല, FCD അറിയില്ല. 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജോയിൻസിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. D എടുക്കുകയാണെങ്കിലോ, D എടുക്കുമ്പോഴും 4 അൺനോൺസ് വരും. ഇതും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു 5 എണ്ണവും, ഇവിടെ 3 എണ്ണവും, ഇവിടെയും 3 എണ്ണം വരും, ഇവിടെ 4 എണ്ണം വരും. പിന്നെ B എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുകയാണെങ്കിലോ, നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ അറിയാം. അൺനോൺസ് ആയിട്ടുള്ളത് 2 മെമ്പർ ഫോഴ്സസ് മാത്രം. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് Aയിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് Bയിൽ നിന്ന് തുടങ്ങാം. ഞാൻ എപ്പോഴും ഈ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാറ്. അതുകൊണ്ട് ഞാനിവിടെ Aയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചേക്കണത്. കണ്ടോ, ജോയിൻറ്റ് Aയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ജോയിൻ്റ് അങ്ങോട്ട് വരച്ച് വെക്കണം. ആ ജോയിൻറ്റിലേക്ക് എന്തൊക്കെ ഫോഴ്സസ് വരുന്നു എന്നുള്ളതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരുന്നുണ്ട്. അത് രണ്ടും വരച്ചു. ഇനി FAD എന്ന് പറയുന്ന ഒരു മെമ്പർ ഫോഴ്സ് പോകുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വരച്ചു. ഇത്ര എഴുതി. FAC എന്ന് പറഞ്ഞൊരു ഇൻക്ലൈൻഡ് ഫോഴ്സ് പോകുന്നുണ്ട്. FAC എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചു. ഇനി നമുക്ക് എപ്പോഴും ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇങ്ങനെയായിരിക്കണം ഫോഴ്സ് വരേണ്ടത്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമുക്ക് സാധനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ FAC എന്ന് പറയുന്ന ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സാധനത്തിന് നമ്മളെപ്പോഴും ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിലത്തെ ആംഗിളിനെ, ഈ ഒരു ആംഗിൾ കണ്ടോ, ഇവിടുത്തെ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. അങ്ങനെ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ടാണ് റിസോൾവ് ചെയ്യുക. അപ്പം തീറ്റ എവിടെയാണോ കിടക്കണേ ആ തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സാധനത്തിന് എപ്പോഴും ആ ഫോഴ്സിൻ്റെ കൂടെ നമ്മളെപ്പോഴും കോസ് തീറ്റ എന്ന് വിളിക്കും. ഇവിടെ ഇപ്പോൾ AC അല്ല വരിക. അപ്പോൾ FAC കോസ് തീറ്റ. ഇനി അതിൻ്റെ കുറച്ച് നീങ്ങി കിടക്കുന്ന സൈഡിനെ നമ്മൾ FAC സൈൻ തീറ്റ എന്ന് വിളിക്കും.
ഇനി ഇവിടെയായിരുന്നു തീറ്റെങ്കിലോ ഇവിടെ കോസാവും ഇവിടെ സൈനാവും, അത്രേ ഉള്ളൂ. കോസിൻ്റെ അടുത്ത് കിടക്കുന്ന സൈഡിന് തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡിന് കോസ് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ. ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഹൊറിസോണ്ടലാണ്, അപ്പോൾ ഹൊറിസോണ്ടലിന് ഞാൻ FAC കോസ് തീറ്റ എന്ന് എഴുതി. അത് ചെയ്യാൻ എളുപ്പത്തിന് ഒരു പ്ലസും കൂടി നടുവിൽ ഇട്ടു എന്നുള്ളൂ. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ FAC സൈൻ തീറ്റ എന്ന് ഇട്ടു. ഇനി നമുക്ക് ഇവിടെ അൺനോൺസ് ആയിട്ട് എന്തൊക്കെയുള്ള VA അറിയാം, FAD അറിയില്ല, FACയും അറിയില്ല. അത് കാണാനായിട്ട് നമ്മൾ ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുക. സിഗ്മ V = 0, സിഗ്മ H = 0. ഈ സിഗ്മ V എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞല്ലോ, വെർട്ടിക്കൽ റിയാക്ഷൻ്റെ സം = 0. ആ വെർട്ടിക്കലിൽ അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവിടേക്ക് ഇങ്ങനെയല്ല വന്നേക്കുന്നത്. അപ്പോൾ ഇത് അപ്വേർഡ് അപ്വേർഡ് സൈൻ ആണ് ഇതിന് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ സിഗ്മ V = 0 ചെയ്യുമ്പോൾ എന്ത് വരും, FAC സൈൻ തീറ്റ പ്ലസ് FAC സൈൻ തീറ്റ പോസിറ്റീവ് പ്ലസ് VA = 0. അങ്ങനെ 2 വെർട്ടിക്കൽ റിയാക്ഷനേ ഉള്ളൂ. അവിടെ നമുക്ക് VA അറിയാം, അങ്ങനെ നമുക്ക് അവിടെ നിന്ന് FAC കിട്ടും. അപ്പോഴും നമുക്ക് തീറ്റ അറിയില്ല, തീറ്റ കണ്ടുപിടിക്കണം നമുക്ക്, അല്ലേ? അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലത്തെ ആംഗിളിനെയാണ് ഞാൻ തീറ്റ എന്ന് വിളിച്ചത്. ഈ തീറ്റ ഇവിടെ നമുക്കൊരു 3 മീറ്ററാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇത് 4 മീറ്ററാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുട്ടി ട്രയാങ്കിളായിട്ട് വരയ്ക്കുകയാണ്, തീറ്റ 3, 4. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റനെ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 3/4. ഇനി തീറ്റ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് 3/4. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ വാല്യൂ നമ്മുടെ ഈ ഇക്വേഷനിൽ ഇവിടെ കൊണ്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഈ സിഗ്മ H = 0 ചെയ്യുമ്പോൾ FACയുടെ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് FAD മാത്രമായിരിക്കും അണ്ണാൻ, HA അറിയാം, അങ്ങനെ നമുക്ക് FAD കിട്ടും. ഇതുപോലെ തന്നെ ഇനി അടുത്ത ജോയിൻ്റായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒന്നല്ലെങ്കിൽ നമുക്ക് B എടുക്കാം. ഇപ്പം നമുക്ക് FAC ഈ വാല്യൂ അറിയാം, ഈ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് D എടുക്കാൻ പറ്റുമോ നോക്കി, അവിടെ എന്തൊക്കെ അറിയാം, ഈ വാല്യൂ അറിയാം. ഓക്കെ, അപ്പോൾ 1, 2, 3 3 അൺനോൺസ് ഉണ്ട്, 2 അൺനോൺസേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇത് പറ്റില്ല. C എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്ത് നോക്കിയാൽ ഈ വാല്യൂ അറിയാം. അപ്പോൾ 1, 2 2 അൺനോൺസ് ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ C എടുക്കാം, അല്ലെങ്കിൽ B എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ 2 അൺനോൺസ് മാത്രമുള്ള ജോയിൻറ്റ് തപ്പി കണ്ടുപിടിച്ച് എല്ലാ മെമ്പേഴ്സിലെയും ഫോഴ്സസ് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ചിട്ട് മെമ്പർ എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതുക, ഫോഴ്സസ് എഴുതുക, നേച്ചർ ഓഫ് ഫോഴ്സസ് എഴുതുക. ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വാല്യൂസ് കിട്ടി അത് അങ്ങോട്ട് എഴുതുക, ഇറസ്പെക്റ്റീവ് ഓഫ് സൈൻ. നമുക്കിപ്പോൾ ഓരോ വാല്യൂസ് കിട്ടും. ഇപ്പോൾ FAC എന്നും പറഞ്ഞൊരു +20 kN കിട്ടി, FAD എന്നും പറഞ്ഞ് ഒരു -50 kN കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം. അങ്ങനെ ആദ്യം തന്നെ മെമ്പേഴ്സ് എഴുതി ABBCCD എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സസിൻ്റെ വാല്യൂസ് ജസ്റ്റ് സൈൻ, ഇറസ്പെക്റ്റീവ് ഓഫ് സൈൻ ജസ്റ്റ് വാല്യൂസ് മാത്രം എഴുതി വയ്ക്കാം. നേച്ചർ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഇവിടെ എല്ലാ ഫോഴ്സസിനെയും ഇപ്പോൾ FADനെയും FACDയും ഒക്കെ ഞാൻ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തേ, പുറത്തോട്ടേക്കാണ് കൊടുത്തത്. നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്നത് ഈ ജോയിൻസിൽ നിന്ന് ടെൻസൈൽ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടേക്ക് ആരോ മാർക്സ് ഇട്ടത്. അപ്പോൾ ടെൻഷനാണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. ഇപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തത് കറക്റ്റാണ്, അവിടെ ടെൻഷൻ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടി, അതായത് ഞാൻ അസ്യൂം ചെയ്ത ആരോ മാർക്ക് തെറ്റിപ്പോയി, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് കംപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. അത്ര ഓർത്താൽ മതി. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അവിടുത്തെ നേച്ചർ ഓഫ് ഫോഴ്സ് ടെൻഷനും, നെഗറ്റീവ് ആണെങ്കിൽ അവിടെ കംപ്രഷനും ആണ് ഉണ്ടാവുക. അത് ഓർത്ത് ഈ ഒരു ടാബുലർ കോളം എഴുതുക, ഫില്ല് ചെയ്യുക. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സിന് കുറച്ചും കൂടി ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ് ഓഫ് ജോയിൻസ്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻസ് നോക്കാം. അപ്പോൾ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എങ്ങനെ ചെയ്യുന്നതിനുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെത്തേഡ് ഓഫ് ജോയിൻസിലെ പോലെ തന്നെ ഫസ്റ്റ് തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ഇതുപോലെ. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഈ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ചോദിച്ചാണ് ഫൈൻഡ് ഫോഴ്സസ് ഇൻ മെമ്പർ CD, DG and GH. CD, DG, അപ്പോൾ അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. കാരണം മെത്തേഡ് ഓഫ് ജോയിൻസ് ഇപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. ഇത് ഇവിടെ മുതൽ നമ്മൾ ഓരോ ജോയിൻസും കണ്ടുപിടിച്ച് അവിടുത്തെ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, സപ്പോർട്ട് റിയാക്ഷൻസ് കാണാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ സപ്പോർട്ടുള്ള, ഒരു ഹിഞ്ചഡ് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും, നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പോൾ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും ഹിഞ്ചഡ് സപ്പോർട്ടിൽ. റോളർ സപ്പോർട്ടിലാണെങ്കിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ സപ്പോർട്ട്സിൻ്റെ ആദ്യം തന്നെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാണാം.
അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യുക. സെയിം രീതിയിൽ തന്നെ മെത്തേഡ് ഓഫ് ജോയിൻസിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ കാണാം. സിഗ്മ വി ഈക്വൽ ടു 0യും സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എം ഇസ് ഈക്വൽ ടു 0യും ഒക്കെ വെച്ച് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് നമ്മൾ ഈ സപ്പോർട്ട് റിയാക്ഷൻസ് കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി, കട്ട് ദ ട്രസ് സോ ദാറ്റ് സെക്ഷൻ ഷുഡ് പാസ് ത്രൂ എ മാക്സിമം ഓഫ് 3 അൺനോൺസ്. നമുക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ ഏതൊക്കെ സാധനങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അതിനകത്തേക്കൂടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, 3 അൺനോൺസേ ആ സെക്ഷനിൽ പാടുള്ളൂ. ഇപ്പോൾ ആ സി ഡി ഡി ജി ജി എച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 സാധനങ്ങളാണ് കാണേണ്ടത്. അപ്പം ഞാനത് ഇങ്ങനെ കട്ട് ചെയ്താൽ പറ്റില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ കട്ട് ചെയ്താൽ പറ്റില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്താ ഇങ്ങനെ ഒരു സെക്ഷൻ വരച്ചു. കണ്ടോ, ഇവിടെ പച്ച കളർ കാണാൻ പറ്റുന്നില്ലേ, അതുപോലെ ഞാൻ ഒരു സെക്ഷൻ വരച്ചു. എന്നിട്ട് നമുക്ക് നമുക്ക് ഈ സെക്ഷൻ്റെ ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ എടുക്കാം. എനിക്ക് എപ്പോഴും ലെഫ്റ്റിനോടാണ് ആകർഷണം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലെ സെക്ഷനെ മാത്രം എടുത്ത് വരയ്ക്കും. എന്നിട്ട് അവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാമെന്നുള്ളതാണ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ, ഞാൻ ലെഫ്റ്റ് സൈഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ആദ്യം തന്നെ എ വരച്ചു. എയിൽ എന്തൊക്കെയുണ്ട്, ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, സി ഉണ്ട്, എഫ് സി ഡി നമുക്ക് കാണണം, ഫോഴ്സ് എച്ച് സി ഡി കാണണം, ജി ഡിയിലെ കാണണം, പിന്നെ ജി എച്ചിലെ കാണണം. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വരച്ചു. ഫോഴ്സസുകളെല്ലാം എടുത്ത് വരച്ചു. ഉണ്ടായിരുന്ന ഫോഴ്സ് 10 കിലോ ന്യൂട്ടണൊക്കെ ഉണ്ടായി, അതൊക്കെ എടുത്ത് ഞാൻ വരച്ചു. ഇനി നമ്മളിപ്പോഴും അസ്യൂം ചെയ്യുന്നത് എന്താണ്, ടെൻസൈൽ ഫോഴ്സ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ആരോ മാർക്ക് പുറത്തോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ ജി ഡിയുടെ കേസിലാണെങ്കിലും ജിയിൽ നിന്നാണ് പോകുന്നത്, അപ്പോൾ ആരോ മാർക്ക് പുറത്തോട്ടേക്ക് ഇടുക, ജി എച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻഷനാണ് അസ്യൂം ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫോഴ്സ് കംപ്രഷൻ ആയിരുന്നു എന്നാണ്, അത് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മറ്റവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ സിഗ്മ വി ഈക്വൽ ടു 0യും സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അത് ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മളിവിടെ അതിനകത്ത് ബാക്കി വരുന്ന റിയാക്ഷൻ എന്തായിരുന്നു, സിഗ്മ എം ആണ്. അപ്പോൾ നമ്മൾ സിഗ്മ എം ഈക്വൽ ടു 0 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മെത്തേഡ് ഓഫ് സെക്ഷൻസിൽ ചെയ്യുക. ഇതൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 3 അൺനോൺസ് ആണ് ഉള്ളത്. ഈ 3 അൺനോൺസിൽ 2 അൺനോൺസ് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ജോയിൻറ്റിലെ മൊമെൻ്റ് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പം ഞാൻ ഡി എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു, അവിടെ അതേ സി ഡിയും ജി ഡിയും ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഫോഴ്സസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. ഈ 2 ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല, ഇത് വന്ന് ചേരുന്നതാണ് ഡിയില്ല. അപ്പോൾ ഈ 2 ഫോഴ്സ് അങ്ങോട്ട് നെഗ്ലക്റ്റ് ആയി പോയിട്ട് നമുക്ക് ഈ ജി എച്ച് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ട്രിക്ക്. അപ്പോൾ 2 ഫോഴ്സസുകൾ ഒരുമിച്ച് വരുന്ന ജോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡിയിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സിഗ്മ എം ഡി ഈസ് ഈക്വൽ ടു 0 ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും, ആദ്യം തന്നെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് വി എ. ഇത് ഏത് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതൊരു 3 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഡിയിലേക്ക് വരുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഇതിനെ ഇങ്ങനെയൊന്നും ചുറ്റിച്ചൊന്നും കൊണ്ടുവരരുത്, ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക, അപ്വേർഡാണ്, ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ക്ലോക്ക് വൈസ്. അപ്പോൾ വി എ ഇൻറ്റു 3 ഇതാ എഴുതി. ഇനി എച്ച് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, ഇത് ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. അപ്പോൾ എന്ത് ഡിസ്റ്റൻസ് എടുക്കണം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇത് 4 മീറ്ററാണ്. അപ്പോൾ എച്ച് എ ഇൻറ്റു 4. ഇതെങ്ങനെയാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ മൈനസ് എച്ച് എ ഇൻറ്റു 4. ഇനി എന്ത് ഫോഴ്സാണ് ഉള്ളത്, ഈ 2 ഫോഴ്സ് നെഗ്ലക്റ്റ് ആയിപ്പോയി, 10ഉം നെഗ്ലക്റ്റ് ആയി പോകും, കാരണം സെയിം ലൈൻ ഓഫ് ആക്ഷനില്ല, ഇതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഇനി എഫ് ജി എച്ച് നോക്കുകയാണെങ്കിലോ, ഇതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അപ്പോൾ എഫ് ജി എച്ച് എന്ന് പറഞ്ഞൊരു ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ മൈനസ് എഫ് ജി എച്ച് ഇൻറ്റു 4. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി എ എച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എഫ് ജി എച്ച് കിട്ടും. കണ്ടോ, എഫ് ജി എച്ച് ഇവിടെ നിന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് സെയിം രീതിയിൽ തന്നെ 2 ഫോഴ്സസ് ഒരുമിച്ച് വരുന്ന ജോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഡി നമ്മൾ ഓൾറെഡി എടുത്തു, ഇനി അത് എടുക്കാൻ പറ്റില്ല. ഇനി എയിലെടുക്കാൻ പറ്റുമോ, പറ്റില്ല. സിയിലെടുക്കാൻ പറ്റുമോ, അവിടെ ആകെ ഒരു ഫോഴ്സേ വരുന്നുള്ളൂ. ഇനി അടുത്ത ജോയിൻ്റ് ജി ആണ്, ജിയിലെടുക്കാൻ പറ്റുമോ, ജി ഡിയും ജി എച്ചും വരുന്നുണ്ടല്ലേ ഒരുമിച്ച്. ഉള്ളിൽ നിന്ന് പോയാലും കുഴപ്പമില്ല, ഒരുമിച്ച് അടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഡയറക്ഷൻ നോക്കണ്ട, ആ 2 മെമ്പേഴ്സും കണക്ട് ചെയ്യുന്ന ജോയിൻ്റ് ആണോ നോക്കിയാൽ മതി. കണക്ട് ചെയ്യുന്ന ജോയിൻ്റ് അല്ലേ. അപ്പം മൊമെൻ്റ് അറ്റ് ജി കാണാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പോയി കിട്ടിയിട്ട് ഇത് മാത്രം എഫ് സി ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിന്ന് ഇതാ മൊമെൻ്റ് അറ്റ് ജി കണ്ടുപിടിക്കുമ്പോൾ എഫ് സി ഡി കാണാം. സെയിം രീതിയിൽ വി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഓരോന്നും എടുത്ത് എഴുതാം, എന്നിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇപ്പം നമുക്ക് 2 ജോയിൻ്റായി. ഇപ്പം നമ്മൾ സിയും എയും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഡിയും സിയും എയും പറ്റില്ല എന്ന് പറഞ്ഞു. ഡിയും ജിയും നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് സി ഡി അറിയാം, എഫ് ജി എച്ച് അറിയാം. ഇനി എഫ് ജി ഡിയും കൂടി അല്ലേ കിട്ടാനുള്ളൂ.
അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ എയിലോ അല്ലെങ്കിൽ സിയിലോ ഏതെങ്കിലും ഒരു ജോയിൻ്റ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 2 ഫോഴ്സസ് വരുമായിരിക്കും, അത് കുഴപ്പമില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഏത് ഫോഴ്സ് വന്നാലും നമുക്ക് സീനില്ല, നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊമെൻ്റ് ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ജി ഡിയും എഫ് സി ഡിയും വെച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എഫ് സി ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ജി ഡി കിട്ടും. ഇത്രയേ ഉള്ളൂ മെത്തേഡ് ഓഫ് സെക്ഷൻസ്. അപ്പോൾ മെമ്പർ ഫോഴ്സസ് കിട്ടി. എന്നിട്ട് നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസ് ചെയ്യുന്ന പോലെ തന്നെ ഈ 3 ഫോഴ്സസ് എഴുതുക. എന്നിട്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കുക, ഫോഴ്സസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കുക, നേച്ചർ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കുക. നേച്ചർ ഓഫ് ഫോഴ്സസ് ഞാൻ എന്താ പറഞ്ഞാൽ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ടെൻഷൻ, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കംപ്രഷൻ. അത് ഓർത്ത് വെച്ച് ഒരു ടാബുലർ കോളം ഉണ്ടാക്കുക. ഇത്രയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത്ര അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെയിനായിട്ട് കുറച്ച് തിയറിയും കൂടി നോക്കാം. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മാർക്കിൽ ഒരു 15 മാർക്സ് ഉറപ്പാണ്, ഷുവറാണ്, എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് തിയറിയും കൂടി നോക്കാം. അപ്പോൾ തിയറി ക്വസ്റ്റ്യനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ പഠിച്ച 2 മെത്തേഡ്സാണ്, മെത്തേഡ് ഓഫ് ജോയിൻസും മെത്തേഡ് ഓഫ് സെക്ഷൻസും. അതിൻ്റെ പ്രൊസീജിയർ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അത് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എഴുതാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിച്ച ഫൈൻ സപ്പോർട്ട് റിയാക്ഷൻസ്. എന്ത് ഇക്വേഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ടാണ്. ഈ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഡ്രോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ജോയിൻസ് വിത്ത് ഓൺലി 2 അൺനോൺസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 2 അൺനോൺസ് മാത്രമേ ഉള്ളൂ എടുത്തെഴുതണം. പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന അൺനോൺ ഫോഴ്സസിന് നമ്മൾ ടെൻസൈലായിട്ടാണ് എപ്പോഴും എടുക്കാറ്, അത് ഓർത്ത് വയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മെമ്പർ ഫോഴ്സസ്. നമ്മൾ എന്നിട്ട് ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ സിഗ്മ വി ഈക്വൽ ടു 0യും സിഗ്മ എച്ച് ഈക്വൽ ടു 0യും വെച്ച് മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിച്ചു. അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അത് കംപ്രഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ടെൻഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത സംഭവം പ്രൊസീജിയറായിട്ട് എഴുതാം. മെത്തേഡ് ഓഫ് സെക്ഷൻസ് വരുമ്പോഴോ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിച്ചു, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് ഈ 3 സെയിം സ്റ്റെപ്പ് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് 2 സെയിമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്, കട്ട് ദ ട്രസ് സോ ദാറ്റ് സെക്ഷൻ ഷുഡ് പാസ് ത്രൂ എ മാക്സിമം ഓഫ് 3 അൺനോൺസ്. ഇവിടെ 3ഉം അവിടെ 2ഉം ആണ്, അത് ഓർത്ത് വയ്ക്കുക. അതൊക്കെയാണ് ഡിഫറൻസ്. ഇപ്പോൾ ഡിഫറൻസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ തന്നെ വേണമെങ്കിൽ എടുത്ത് എഴുതിയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ജോയിൻസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പോൾ ഇപ്പോൾ സെർട്ടൈൻ മെമ്പർ ഫോഴ്സസ് ചോദിക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് ജോയിൻസ് ടൈം കൺസ്യൂമിംഗ് ആണ്, മെത്തേഡ് ഓഫ് സെക്ഷൻസ് ആണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ. അങ്ങനെ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, അതൊക്കെയാണ് ഡിഫറൻസസ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, 3 അൺനോൺസ് വരുന്ന രീതിയിൽ ഡ്രസ്സ് കട്ട് ചെയ്തു. എന്നിട്ട് LHS അല്ലെങ്കിൽ RHS ഓഫ് ദ സെക്ഷൻ എടുക്കുക. എന്നിട്ട് ആ എടുത്തിരിക്കുന്ന സെക്ഷൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. FBD എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിച്ചു. അവിടെ സിഗ്മ വിയും സിഗ്മ എച്ച് ആയിരുന്നു, പക്ഷെ നമ്മളിവിടെ സിഗ്മ M = 0 ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ഇൻഡിക്കേറ്റ് കംപ്രഷൻ, പോസിറ്റീവ് വാല്യൂസ് ഇൻഡിക്കേറ്റ് ടെൻഷൻ, നേരത്തെ പോലെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 2 തിയറീസ്. ഞാൻ അടുത്ത തിയറി നോക്കാം. അടുത്ത തിയറി ഈ മെത്തേഡ് ഓഫ് ജോയിൻസിലെ അസംഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെമ്പേഴ്സ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു ഡ്രസ് എലമെൻ്റ് ആണെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിലെ വെയിറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ വെയിറ്റ് ഓഫ് ദ മെമ്പർ ഇസ് നെഗ്ലക്റ്റ്, ഇതാണ് ഫസ്റ്റ് അസംഷൻ. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ലോഡ് ഈസ് അപ്ലൈഡ് ഓൺലി വിത്ത് ദ ജോയിൻസ്. അല്ലേ, ജോയിൻസിലല്ലാണ്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ? ഇല്ല, അങ്ങനെ വരില്ല. അതാണ് അടുത്ത അസംഷൻ. ജോയിൻസിൽ മാത്രമേ, ഇതുപോലെയുള്ള ജോയിൻസിൽ മാത്രമേ ലോഡ് വരുന്നുള്ളൂ. അതാണ് അടുത്ത അസംഷൻ. നെക്സ്റ്റ് അസംഷൻ, മെമ്പേഴ്സ് ഓഫ് ദ ഡ്രസ് ആർ സ്ട്രെയിറ്റ്, യൂണിഫോം ആൻഡ് 2 ഫോഴ്സ് മെമ്പേഴ്സ്. അതങ്ങനെ തന്നെ പഠിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്, യൂണിഫോം ആണെന്നുള്ളതിൻ്റെ അർത്ഥം ഈ I 2I ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് തരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അത് യൂണിഫോം ആണെന്ന് പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന 2I, ഇവിടെ I അങ്ങനെയൊക്കെ തരാണെങ്കിൽ യൂണിഫോം അല്ല എന്ന് പറയാം. ഇത് പക്ഷേ അങ്ങനെയൊന്നും തന്നില്ല, അതുകൊണ്ട് നമ്മുടെ മെമ്പേഴ്സ് ഓഫ് ദ ഡ്രസ് എന്ന് പറയുന്നത് യൂണിഫോമാണ്. പിന്നെ 2 ഫോഴ്സ് മെമ്പേഴ്സാണ്, അത് അങ്ങനെ തന്നെ പഠിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രസ് ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ജോയിൻസിലാണെങ്കിലും മെത്തേഡ് ഓഫ് സെക്ഷൻസിലാണെങ്കിലും സപ്പോർട്ട് റിയാക്ഷൻസ് കാണാണ്. അത് എന്ത് വെച്ചിട്ടാണ് കാണുന്നത്, സിഗ്മ V = 0, സിഗ്മ H = 0, സിഗ്മ M = 0 വെച്ചിട്ടല്ലേ. ഇത് എന്ത് ഇക്വേഷൻസാണ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസാണ്. അപ്പോൾ നമ്മുടെ ട്രസ് ഇക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യണത്. അപ്പോൾ ട്രസ് ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഇതാണ് അടുത്ത അസംഷൻ. ഇത് 3 മാർക്കിനെ ചോദിക്കുള്ളൂ, ഈ 4 സാധനം പഠിക്കാം. ഇനി അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ അസംഷൻ ചോദിക്കും, ലോഡ് ഈസ് അപ്ലൈഡ് ഓൺലി അറ്റ് ദ ജോയിൻസ് ബൈ. എന്തുകൊണ്ടാണ് ലോഡ് ജോയിൻസിൽ മാത്രം അപ്ലൈ ചെയ്യണതെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ
ജോയിൻസിലല്ലാണ്ട് ഇവിടെയൊക്കെ വന്ന് ഈ സൈഡ്സിലൊക്കെ വന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ടെൻഷൻ, ബെൻഡിങ്, അതൊക്കെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന 2 ഫോഴ്സസ് എന്തൊക്കെയാണ്? ടെൻഷനും കംപ്രഷനും മാത്രമാണ്. ഇവിടെയൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്പർ ഇങ്ങനെ ബെൻഡാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബെൻഡിങ്ങും ഷിയറൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അത് കോംപ്ലിക്കേറ്റഡ് ആക്കും നമ്മുടെ പ്രൊസീജിയർ. അതുകൊണ്ടാണ് നമ്മളിവിടെ ജോയിൻസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ. പിന്നെ നമ്മുടെ ട്രെസ് എലമെൻറ്റിന് കൂടുതലും ഇപ്പോൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലാണെങ്കിലും ഒരു ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു എന്താ പറയുക, അവിടുത്തെ ആ ലോഡിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ജോയിൻസുകളിലാണ്. അതല്ലാണ്ട് ഇവിടെ വരുന്ന ഇങ്ങനെ ജോയിൻസിലല്ലാത്ത സ്ഥലങ്ങളിലൊന്നും എന്താ പറയുക, ലോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലും ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ പറയാം. പിന്നെ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇത് 3ആണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അസംപ്ഷൻ ഇൻ മെത്തേഡ് ഓഫ് ജോയിൻസ് പറയുന്നത് കഴിഞ്ഞ എക്സാമിന് നവംബർ 2024 ചോദിച്ചതാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ വർഷം കൂടി ചോദിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഓർക്കാൻ ഞാൻ അപ്പോൾ അടുത്ത തിയറീസൊക്കെ ഞാൻ PDF ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട തിയറീസ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ, അതുപോലെ മൊമെൻ്റ് ഏരിയ മെത്തേഡ്, കാസ്റ്റിഗ്ലിയാനോസ് തിയറം പാർട്ട് 1, ഈ 3 മെത്തേഡ്സിൻ്റെ ഒക്കെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ ഈ മൊമെൻ്റ് ഏരിയ മെത്തേഡ് പഠിക്കുമ്പോൾ എക്സാമ്പിൾ സഹിതം പഠിക്കുക. അതൊക്കെ ഞാനൊരു PDF ഫോമിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കി പഠിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ PDF നോക്കി പഠിക്കുക. ഞാൻ കുറേയൊക്കെ ഷോർട്ടാക്കി എഴുതിയേക്കുന്നത് അപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 മെത്തേഡ്സിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 ബോണസ് വീഡിയോ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടേനെ. അപ്പോൾ ഓക്കെ, ബൈ.